മോർണിംഗ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം എന്താണ്? ഇന്ന് ലോക ആരോഗ്യ ദിനമാണ്, വേൾഡ് ഹെൽത്ത് ഡേ ആണ്. നമുക്കെല്ലാവർക്കും ദീർഘായുസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട്. ഇന്ന് തന്നെ ഞാൻ ഹാപ്പിയാണ്. 2 ആഴ്ച മുമ്പ് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെൽത്തി സിറ്റുവേഷനിൽ നിന്ന് 2 ആഴ്ചത്തെ യഥാർത്ഥ രീതിയിലുള്ള ആക്ഷൻസ് എടുത്തത് കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് എൻ്റെ ശരീരം തന്നെ പരിവർത്തനം ചെയ്തൊരു സന്തോഷ വാർത്തയാണ്. 2 ആഴ്ച മുമ്പ് നോക്കി എനിക്ക് മെറ്റബോളിക് സിൻഡ്രത്തിൻ്റെ 4 ക്രൈറ്റീരിയ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് മെറ്റബോളിക് സിൻഡ്രം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക ലോകം ഏറ്റവും പളിയായി മാറുന്ന മെറ്റബോളിക് സിൻഡ്രത്തിൽ നിന്ന് ഞാൻ റിവേഴ്സ് ചെയ്തിട്ട് എനിക്ക് 5ൽ 1 ക്രൈറ്റീരിയ, പൊണ്ണത്തടി എന്നുള്ളൊരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ. ബാക്കി 4ഉം എനിക്ക് റേസ് ചെയ്യാൻ 2 കാലത്തെ ആക്ഷൻ കൊണ്ട് സാധ്യമായി എന്നുള്ളതാണ്. അതെല്ലാവർക്കും സാധ്യമാണ്. ഇന്ന് ലോകം പുറത്തുള്ള യുദ്ധങ്ങളെ മാത്രമല്ല, നമ്മുടെ തലച്ചോറിൻ്റെ അകത്തും ഒരുപാട് സ്ട്രെസ്സ് പോലത്തെ യുദ്ധങ്ങൾ, ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ഷുഗർ കൂട്ടുന്ന സാഹചര്യങ്ങൾ, ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം വളരെ ശക്തമായിട്ട് അരങ്ങിക്കൊടുക്കുക. നമുക്കെന്നറിയാം, ഇന്ന് ലോകം ഒരു യുദ്ധത്തിൻ്റെ നേലിലാണ്. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. കുടുംബങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഒരുപാട് മെസ്സേജുകളൊക്കെ നോക്കി വളരെ ബ്ലഡ് പ്രഷർ കുക്കർ പോലെ നമ്മുടെ ശരീരത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു സാഹചര്യമാണ്. ആരെങ്കിലും ഇലക്ഷനിൽ ജയിച്ചോട്ടെ തോറ്റോട്ടെ, അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമുക്കിഷ്ടപ്പെട്ട പാർട്ടികളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം, സന്തോഷത്തോടെ സപ്പോർട്ട് ചെയ്യാം. മറ്റൊന്നിനെ വിമർശിച്ചുകൊണ്ടാവരുത്, മറ്റുള്ളവരുടെ ശത്രുത കാണിച്ചുകൊണ്ടാവരുത്. ശത്രുത ഉണ്ടാക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ തലച്ചോറിൽ നമ്മളൊരു സമ്മർദ്ദത്തിൻ്റെ പ്രഷർ കൂടുമ്പം അതിനനുസരിച്ചുള്ള ഹോർമോൺ റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് അപകടകരമായ ഒരു സാഹചര്യമാണ് നമുക്കതിലൂടെ ഉണ്ടാവുക. നമുക്ക് ഇന്ന് നമ്മളറിയാം, ഈ വർഷത്തെ നമ്മുടെ ലോക ആരോഗ്യ ദിനത്തിൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം ഒരു അവകാശമാണ് എന്നുള്ളതാണ്. നമുക്ക് മരുന്ന് മാത്രമല്ല നമ്മുടെ ആരോഗ്യം പരിപാലിക്കുന്നത്. നല്ല ഭക്ഷണ രീതി, നല്ല മനഃശാന്തി, ഭയം കൂടാതെ ശാന്തതയോടുള്ള ഉറക്കം, ഇവയൊക്കെ നമ്മുടെ അവകാശമാണ്. അതൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നമ്മളെ സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചോട്ടെ, യുദ്ധങ്ങൾ ഇന്നത്തെ ലോകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പുറത്ത് യുദ്ധങ്ങളാണ്, നമുക്ക് ഭയമുണ്ടാക്കുകയാണ്. നമ്മളെന്തിനു ഭയപ്പെടണം? ഭയമുണ്ടാക്കി കഴിഞ്ഞാൽ ആ യുദ്ധത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മളിലുണ്ടാക്കും. ഇന്ന് നമുക്കറിയാം, നമ്മളുടെ വീടിൻ്റെ അടുക്കള പോലും നമ്മളിന്ന് പട്ടിണിയിലേക്ക് ഒരു യുദ്ധം കാരണം നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ പട്ടിണി ഉണ്ടാവരുത്. മനസ്സിൽ നമ്മൾ നിർഭയത്വം എന്നും കാത്തു സൂക്ഷിക്കേണ്ട. യുദ്ധങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും. യുദ്ധങ്ങൾ അവസാനിക്കുന്ന ഒരു ലോകം ഈ ലോകത്തുണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല. സാമ്പത്തിക പ്രശ്നങ്ങൾ, അതിന്ന് ഓരോ വീട്ടിലും വലിയ പ്രശ്നങ്ങളാണ്. ഓരോ വീട്ടിലും സാമ്പത്തിക പ്രശ്നങ്ങളില്ലാത്ത ഒരു കുടുംബം ഇന്ന് വളരെ അന്യമാണ്. നമ്മൾ ആശങ്ക പൂണ്ട്, ഉത്കണ്ഠ പൂണ്ട് അതിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? ഈ ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ നമ്മുടെ ആരോഗ്യത്തെ തകർത്തെറിഞ്ഞു കളയുമെന്നുള്ളതാണ്.